പാശ്ചാത്യത്തിൻ്റെ ഭൗതികവാദ സിദ്ധാന്തങ്ങൾക്കെതിരെ ഭാരതത്തിന് പിടിച്ചു നിൽക്കാനായത് ആത്മീയതയുടെ ഉറവിടങ്ങളായ അമൂല്യമായ വേദങ്ങളിൽ നിന്നാണ്. വേദങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന അതീവ നിഗൂഢങ്ങളായ ആശയങ്ങളെ പ്രതീകാത്മകമായി വിവരിക്കുന്നവയാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. ആദികാവ്യമായ രാമായണത്തിൽ ജീവിതധർമ്മത്തിനാണ് പ്രാധാന്യം. ധർമ്മം സംരക്ഷിക്കുന്ന തീവ്രശ്രമമാണ് ഇതിഹാസ പുരുഷനായ ശ്രീരാമനിൽ കൂടി വാൽമീകി മഹർഷി സംസ്കൃത ഭാഷയിൽ ശ്രമിച്ചത്. രാമായണ കഥ മലയാളികൾക്ക് ആത്മബന്ധമുണ്ടാക്കിയത് മലയാളികളുടെ ഭാഷാപിതാവായ രാമാനുജൻ എഴുത്തച്ഛനിൽ കൂടിയാണ്. സംസ്കൃത ഭാഷ സാധാരണ ജനങ്ങൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് എഴുത്തച്ഛൻ സംസ്കൃത ഭാഷയിൽ നിന്നും ആധ്യാത്മ രാമായണം എന്ന പേരിൽ മലയാളത്തിൽ രാമായണം എഴുതി. ആധ്യാത്മ രാമായണത്തിൽ കൂടി രാമദേവന്റെ കഥാമൃതം ആസ്വദിക്കുന്നവർക്ക് രാമമാഹാത്മ്യം അറിയുന്നതിനും അതുവഴി മർത്യജന്മത്തിൻ്റെ ഫലം സിദ്ധിക്കുന്നതിനും ഭക്തി കൈവരിക്കുന്നതിനും ഉതകണം. ഇതായിരുന്നു എഴുത്തച്ഛൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ കലിയുഗത്തിലും പരിഷ്കൃത യുഗത്തിലും രാമനാമത്തിന് പ്രസക്തിയും രാമായണത്തിന് പ്രസിദ്ധിയും പ്രസക്തിയും നിലവിലുള്ളത്.